എഴുന്നേക്കടാ ആദിക്കുട്ടാ. എടാ എഴുന്നേക്കാൻ, എണീക്കടാ. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടക്കുന്നേ? അത് പിന്നെ ഉള്ളില് ഭയങ്കര കൊതുക്. കൊതുകോ? ആ കൊതുക്. ഇത് കേട്ടില്ലേ ചേച്ചി? എന്നാ ഇവന്റെ മുറിയൊന്നും ആരും ക്ലീൻ ചെയ്യാറില്ലേ? അതിന് അവക്ക് എവിടുന്നാ നേരം? കണ്ണു തെറ്റിയാലേ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് സൗന്ദര്യം നോക്കലല്ലേ പണി. ഇനി അത് പറ. അല്ലാതെ മുറി അടിച്ചു വരാൻ കൊച്ചുമോൻ സമ്മതിക്കാത്തോണ്ടൊന്നുമല്ല. എന്റെ അമ്മിമോളെ, ഞാൻ ജോലി കൊണ്ട് അകത്തോട്ട് എന്നാ ആദ്യക്കുട്ടന് ടെൻഷനാ. അവിടെ തൊടല്ലേ ഇവിടെ തൊടല്ലേ 100 കൂട്ട നിയമങ്ങളാ. എന്ന് വെച്ച് മുറി വൃത്തിയേടാക്കി ഇടാൻ പറ്റൂ ചേച്ചി? അവിടെ വൃത്തികേടൊന്നുമില്ല. എന്നിട്ടാണോ കൊതുക് കൂട് വെച്ചത്? ആർക്കറിയാ അതിനകത്ത് ഇനി ആരൊക്കെ ഉണ്ടെന്ന്? ആമി കുഞ്ഞൊരു പെർമിഷൻ മേടിച്ച് തന്നാ മതി. പിന്നെ അത് കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. മുക്കുമൂല അടിച്ചുവാരി കഴുകി തുടച്ച് ഞാൻ വൃത്തിയാക്കി തരാം. വേണ്ട വേണ്ട, ആരും ഒന്നും ചെയ്യണ്ട. ഇന്ന് ഞാൻ തന്നെ അത് ചെയ്തോളാം. വയ്യാത്ത നീയോ? എനിക്കെന്ത് വയ്യായ്മ? ഗർഭിണികള് പണിയെടുക്കണമെന്ന് മുത്തശ്ശി എന്നല്ലേ പറയാറ്? ഓ, ആ പറഞ്ഞത് ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു. നീ മര്യാദയ്ക്കൊരു ഭാഗത്തിരുന്നാ മതി. ഇവിടുത്തെ പണികളൊക്കെ ഞങ്ങള് ചെയ്തോളാം. 6-7 വർഷം കാത്തിരുന്ന് കിട്ടിയ സൗഭാഗ്യവാ. പൊന്നുപോലെ നോക്കിക്കോണം. ആ അതെ അതെ, മുറിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം. ചേച്ചി ആ ഏരിയ കണ്ടോളൂ. ഇവള് വരുന്നില്ല. ഞാനും ഗോപതിയും കൂടി അത് വൃത്തിയാക്കാൻ പോകുന്നത്. എന്തുവാടി നോക്കി നിൽക്കുന്നത്? ആദ്യം പോയി ആ മുറ്റം ഒന്ന് തൂത്ത കരിയിലൊക്കെ വാരി കളഞ്ഞിട്ട് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കേ. എന്നിട്ട് നമുക്ക് മുറി വൃത്തിയാക്കാം. ഇവന്റെ മുറി മാത്രമല്ല, ഈ വീട് മുഴുവനും നമുക്കിന്ന് വൃത്തിയാക്കണം. ഉത്തരവേ. ഓ, നിങ്ങൾ തമ്മിലുള്ള പടലപ്പടക്കം ഇതുവരെ തീർന്നില്ലേ? അതൊരു സുഖമല്ലേ ആമിക്കുട്ടി? നിങ്ങളൊക്കെ ഇവിടുന്ന് പോയി കഴിയുമ്പോ അവളല്ലേ എനിക്ക് ആകെയുള്ള ഒരു കൂട്ട്. വഴക്കുള്ളിടത്തെ സ്നേഹമുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യും? മുറിയില് അവരൊന്ന് കേറിയാലോ? അങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. താനിങ്ങനെ ടെൻഷൻ ആവാതെ. ടെൻഷൻ ആവാതെ പിന്നെ? ആദ്യത്തെ കുട്ടിക്കളിയല്ല. അവര് വരുമ്പോ ഞാൻ എങ്ങോട്ട് പോകുന്ന? അവര് വരില്ലെന്നേ. താൻ എന്നെ ഒന്ന് വിശ്വസിക്കടോ. എന്റെ മുറിയിൽ ഞാൻ ആരെ ഇങ്ങനെ കേട്ടാറില്ല. എന്നിട്ടാണോ അവരങ്ങനെ പറഞ്ഞത്? എല്ലാരും കൂടി ഇങ്ങോട്ട് കയറി വരുന്ന എനിക്ക് തോന്നുന്നത്. തനിക്ക് തോന്നിയിട്ടല്ലേ ഉള്ളൂ, ആരും വന്നില്ലല്ലോ. താൻ എന്തത് കഴിക്കാഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശപ്പില്ലാന്ന്. വിശപ്പില്ലെങ്കിലും കഴിക്കണമെന്ന് ഞാനും പറഞ്ഞല്ലേ. ഒരു കാര്യം ഞാൻ പറയാം പൂജ, താനൊന്ന് റിലാക്സ്ഡ് ആവാതെ ഈ പ്രശ്നത്തിന് ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല. തന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നതേ മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്കാ. ആ ഓർമ്മ വേണം. അതെ, ഞാൻ പരമാവധി ശ്രമിക്കാം തനിക്ക് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ. എന്റെ ബുദ്ധിമുട്ട് താൻ വിട്ടേക്ക്. താൻ നന്നായിരിക്കണം.
മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ.